ഞാൻ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഞാൻ ഈ പടത്തിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലതേനെ വിളിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഉണ്ട് വരാൻ പറഞ്ഞു. കലൂർ വന്നു. ലത വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അഭിനയിക്കുമ്പോൾ ഗ്ലിസറിൻ വെച്ച് അഭിനയിച്ചാൽ കരഞ്ഞത്, ഇത് കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു. അത് എഡിറ്റ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ വിളിച്ചാണ്. ഇത് കണ്ട് കരഞ്ഞു പോയിന്ന്. അന്ന് ഗ്ലിസറിൻ വെച്ച് ചെയ്തേ. അതിൽ റഫീഖാടെയും പെർഫോമൻസ് നമ്മൾ ഈ ഷൂട്ടിൽ കാണുമ്പോൾ നമുക്ക് അപ്പം ഒരുപാട് ഷോട്ട് അങ്ങോട്ട് വെച്ചെടുക്കുകയല്ലേ. അത് ലൈവ് വന്ന് ഇപ്പോൾ റഫീഖ് നമ്മളൊക്കെ ഉദ്ദേശിച്ചാൽ അപ്പുറത്തേക്ക് വന്നു അഭിനയത്തിലേ. അത് ആത്മാർത്ഥമായിട്ട് ആ സംഭവം വന്നു. ലത എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇത്ര അത് നമുക്ക് ഭയങ്കര സന്തോഷമായി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ. അത്രയും ചെയ്യാൻ പറ്റാൻ ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ അവർ ഡയറക്ടർ ഉദ്ദേശിച്ചാലൊക്കെ അപ്പുറത്തേക്ക് വന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ വെച്ച് കരഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ സ്റ്റുഡിയോ കയറ്റിയതാണ്. അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് വന്നത് കണ്ടിട്ട്. അപ്പം അത്രയും പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ എല്ലാവരും കേട്ടാ. ഇപ്പം ലത റഫീഖല്ല ബാക്കി എല്ലാവരും അതുപോലെ അത്രയും ഭംഗിയായിട്ട് ചെയ്ത്. അത് നമ്മുടെ ഒരു സംതൃപ്തി പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്നൊരു അതിനകത്തിലെ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടറായിട്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഒരു മോണിറ്ററിനകത്തിൽ വാർത്ത വായിക്കാൻ വന്ന് അതിനുപരി അപ്പുറം ഒരു കള്ളുപിടിയൻ, വലിയ ക്യാരക്ടറൊന്നുമല്ല, കള്ളുപിടിയൻ കുറുമശ്ശേരി. പക്ഷെ മറ്റേ ഉണ്ടല്ലോ ഒരു ചാനൽ വാർത്തക്കകത്ത് നിൽക്കുന്ന ദാമു ഹരിങ്ങി വന്ന് അതില് ഞാൻ പ്രധാനമായിട്ട് പറയണെന്ന് വെച്ചാല് ഇതില് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോ ഈ ലതയാണ് ഏറ്റവും കൂടുതൽ കരച്ചിലായിരുന്നു. ലതയോട് ഭയങ്കര ഇഷ്ടം കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയല്ല. പിന്നെ ലതയെ വിട്ടിട്ട് പറയാം, ലതയെ വിട്ടിട്ട് പറഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ ചെറിയ കുറച്ച് വേഷങ്ങളാണെങ്കിലും രമേഷ് കുറുമശ്ശേരി, ഹരികുമാറാണ്. രമേഷ് കുറുമശ്ശേരി നല്ല സാധനം അദ്ദേഹവും എല്ലാം ചെയ്തു. ഇറങ്ങി പോയോ എല്ലാവരും തേജേട്ടന്റെ മ്യൂസിക് ഡയറക്ടർ തേജേട്ടൻ. ഒരു ഫിലിമിന്റെ സോൾ എന്ന് പറയുന്നത് ഒന്നും കൂടെ പറഞ്ഞോട്ടെ. തേജേട്ടനെ അറിയാലോ? അല്ല തേജേട്ടനെ അറിയാമല്ലോ. തേജേട്ടൻ ചെയ്തിട്ടുള്ള പടങ്ങൾ അറിയാം. അല്ല ഞാനൊന്ന് പറഞ്ഞു അതല്ല ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. തേജേട്ടൻ്റെ ഏറ്റവും നല്ല പാട്ട് എനിക്ക് കേട്ടത് മറ്റേ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും പുള്ളാണ്. ടി എ റസാക്ക് എൻ്റെ അനിയൻ ടി എ ഷാഹിദ് എഴുതിയ പാട്ട്. പിന്നീട് വെക്കേഷനില്ല ആദ്യമായിട്ട് മോഹൻലാലിനെ കൊണ്ട് മ്യൂസിക് ഉസ്താദില് ശ്രീ അത് പറ പാട്ട് പറ. മ്യൂസിക് ദാസേട്ടന്റെ ആയിരുന്നു. ഒരു മിനിറ്റ് പറയട്ടെ, പാട്ട് പറയട്ടെ. തീർച്ചയായും ജനം എന്നുള്ള പാട്ട്. അപ്പൊ ഇത്രയും പാട്ടുകളും ചെയ്ത് ഇത്ര എക്സ്പീരിയൻസ് ചെയ്തൊരു മ്യൂസിക് ഞാൻ 36 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഇമോഷണൽ ആയിട്ട് വരുന്ന ഒരു പടം അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് ഞാൻ കണ്ണൻ്റെ 4 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണനെ മനോരമ അവാർഡ് കിട്ടിയ പടത്തിന് ജോൺസേട്ടനാണ് മ്യൂസിക് ചെയ്തത്, ഒന്ന് രവിയേട്ടനാണ്. ആ സമയത്തൊക്കെ 2 പേർക്കും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അന്നുപോലെ മദ്രാസ് പോലുള്ള ബന്ധമാണ് കണ്ണനായിട്ട്. അതിന് ശേഷം 4 പടം കണ്ണൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഈ പടത്തിൽ ശരിക്കും പാട്ടില്ല. റീ റെക്കോർഡിങ്ങിനാണ് എന്നെ വിളിച്ചത്. ആ റീ റെക്കോർഡിങ് സമയത്ത് ഇവരെ ലവ് സീൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സോങ് വെച്ചിട്ടാണ്. അപ്പോൾ ആ സോങ് ഞാൻ എന്ത് ചെയ്ത് ആ സോങ്ങിൻ്റെ അതേ ടെമ്പോയിൽ ഒരു മ്യൂസിക്കിന് പകരം ഒരു സോങ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലൊരു പാട്ടായത്. അത് വിധു പ്രതാപ പാടിയത്. അങ്ങനെയാണ് ഇതിലൊരു പാട്ട് വന്നത്. ശരിക്കും ഇതിൽ പാട്ടില്ല. പക്ഷേ ഒരു ലവ് സീൻ കംപ്ലീറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ഒരു മ്യൂസിക്കിലൂടെയാണ്. അത് ഞാൻ പാട്ടാക്കി. ബിജിഎം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണനാണ് പറയേണ്ടത്. ഞാൻ അത്രയും ഒരു കമേഴ്ഷ്യൽ ആൻഡ് അവാർഡ് മൂവിക്ക് കണക്കായിട്ടാണ് ചെയ്തത്. പക്ക
അവാർഡ് മൂവീൻ്റെ സ്റ്റൈലിലല്ല, കമേഴ്ഷ്യൽ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. ബാക്കി കണ്ണൻ പറയും. അല്ല അതില് അതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്ക്, അദ്ദേഹം മരിച്ചു എന്ന് ആ, അല്ല അത് lyric ഈ എഴുതിയ മൂവിയായിട്ട് ബന്ധമുള്ള പ്രകാശ് മാറാണ്. അല്ല ലിറിക്സ് എഴുതിയത് നമ്മുടെ ലിറിക്സ് പുള്ളിയല്ലേ ആണാണ് അത് പറയണ്ടേ? ശരിയാ, ശരി. പ്രകാശ് ശരി, sorry, മാറാണ്. ശരി. എൻ്റെ പ്രണയത്തിൽ നിന്നുള്ള പാട്ടില്ലേ, അതൊക്കെ എഴുതിയ പ്രകാശ് മാറാണ് ഈ പടത്തിൽ ഈ വരി ഈ പാട്ടിന് എഴുതിയത്. അപ്പൊ പൊതുവെ പറയാറുണ്ട് നമ്മളിപ്പോ ഒരു സിനിമയുടെ സോങ് എന്ന് പറയുന്നത് മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പൊ എത്രത്തോളം ഈ ഒരു മൂവിയിലൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ മൂവിയിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ണന് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ്, അവൻ കുറേ സയൻസ് ഉണ്ടാവും എൻ്റെ പടത്തിൽ ഷോർട്ടിലൊക്കെ. അപ്പോൾ നമ്മളത് മ്യൂസിക്കിലൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സീനിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ് കമേഴ്ഷ്യലും ആ ഒരു രണ്ടും കൂടി ഒരു മിക്സ് ചെയ്തിട്ട് ചെയ്തത്.